എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനില് സാക്ഷാൽ മാതുര അവനിപ്പോ ഷിക്കാഗോയെ പിടിച്ചു വലിച്ച് അബ്സോർബ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഗാറ പറയും, ഒരു കാരണവശാലും ഞാൻ നിന്നെ വിട്ടുകൊടുക്കില്ല. നീ ആക്ച്വലി എനിക്ക് അത്രമേൽ പ്രിയപ്പെട്ടതാണ്. അത് കേട്ട് ഫുക്കാഗോ അവൻ വീണ്ടും ഒരു സെക്കൻഡ് ഫ്ലാഷ് ബാക്ക് ആലോചിക്കും. കട്ട് ചെയ്ത മാതുര അവനിപ്പോ ഓരോ ടേൽഡ് ബീസ്റ്റുകളെ ആയിട്ട് അങ്ങനെ വലിക്കുകയാണ്. മാത്രമല്ല നയൻ ടൈലിൽ നിന്ന് ഇപ്പൊ നറൂട്ടോയെ അവൻ ചവിട്ടി താഴെയിടും. ഗാറ അത് കണ്ട് അവന്റെ സാൻഡ് പവർ ഉപയോഗിച്ച് ഇപ്പൊ നറൂട്ടോയെ സേഫായിട്ട് ക്യാച്ച് ചെയ്യും. പക്ഷെ അപ്പോഴായിരിക്കും ഗാറ ഒരു കാര്യം ശ്രദ്ധിക്കുക. കാരണം നറൂട്ടോയ്ക്കാണെങ്കിൽ എന്തൊക്കെയോ ചില പ്രശ്നങ്ങൾ ഉള്ളതുപോലെ അവന് പിടികിട്ടും. ഗാറ ഒരിക്കല് ഇതേ അവസ്ഥയിലൂടെ കടന്നു പോയതാണ്. അത് മറ്റൊന്നുമല്ല, ആരുടെങ്കിലും ബോഡിയിൽ ബീസ്റ്റുകളുണ്ടോ അവരുടെ ബോഡിയിൽ നിന്ന് ബീസ്റ്റ് എക്സ്ട്രാക്റ്റ് ആയ ഉറപ്പായിട്ടും അവര് മരണപ്പെടും. ഗാറയ്ക്ക് കാര്യം പിടികിട്ടും. കാരണം അവന് ഒരിക്കൽ മരിച്ചു ജീവിച്ചതാണ്. ഗാറ ടെൻഷനായി കുട്ടപ്പനെ തന്നെ നോക്കും. മാതുരയാണെങ്കിൽ ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് 1 മുതൽ 9 വരെയുള്ള ബീസ്റ്റുകളെയും അബ്സോർബ് ചെയ്യും. 8 ടൈലിനെ നഷ്ടപ്പെട്ട് കില്ലർ ബി അവനങ്ങനെ പകച്ചു നിൽക്കും. ഇവിടെ 9 ടൈൽ ആണെങ്കിൽ ഒരുപാട് നേരം റെസിസ്റ്റ് ചെയ്യാൻ ശ്രമിക്കും. പക്ഷെ വേറെ വഴിയില്ലാതെ അവനും അതിലേക്ക് അങ്ങനെ അബ്സോർബായി അകത്തേക്ക് പോവും. വൈറ്റ് സെറ്റ്സ് ഷോക്കായിട്ട് ഇപ്പൊ മാധുരയോട് പറയും, ആക്ച്വലി നീ അടിപൊളിയാണ്. ഒബീട്ടോ ഒരുപാട് കാലം കഷ്ടപ്പെട്ട് ചെയ്തത് നീ ഒറ്റ സെക്കൻഡ് കൊണ്ട് പൂർത്തിയാക്കി. നീ ശരിക്കും ഭയങ്കര ലക്കിയാണെന്നൊക്കെ പറഞ്ഞ് അവനിപ്പോ മാധുരയെ നോക്കും. മാധുരയ്ക്കാണെങ്കിൽ അത് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെടില്ല. മാധുര ചോദിക്കും, ബ്ലാക്ക് സെറ്റ്സു അവന് ഞാൻ ഏൽപ്പിച്ചു കൊടുത്ത ജോലി അതെന്തായി? അതിന് വൈറ്റ് സെറ്റ്സ് പറയും, പേടിക്കേണ്ട ആവശ്യമില്ല, അത് പുരോഗമിക്കുന്നുണ്ട്. എത്രയും പെട്ടെന്ന് അത് മുഴുവനായിട്ടും നിങ്ങൾക്ക് കിട്ടും. അപ്പോഴായിരിക്കും ഒരു വമ്പൻ ട്വിസ്റ്റ്. സാക്ഷാൽ ടോബുരാമ അവനിപ്പോ ഒരു കത്തിയുമായി മാധുരയ്ക്ക് നേരെ എടുത്തു ചാടും. അത് കണ്ട മാധുര ജസ്റ്റ് മിസ്സിന് അവനെ സൈഡിൽ ശബ്ദം ഉണ്ടാക്കി വെട്ടിത്തിരിപ്പിച്ച് അങ്ങനെ ഒരു ഭാഗത്തേക്ക് എടുത്തു ചാടും. ആ കത്തിയാണെങ്കിൽ ക്ലോസപ്പ് ഷോട്ടിൽ കാണിക്കും. ആ കത്തിയില് അവൻ പ്രത്യേക തരത്തില് ഒരു മാർക്കിംഗ് ഇട്ടിട്ടുണ്ട്. ടോബുരാമയാണെങ്കിൽ വീണ്ടും വിട്ടുകൊടുക്കാതെ ആ സ്ക്വാഡ് എടുത്ത് അറഞ്ചം പൊറഞ്ചം വീശും. അപ്പൊ അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് ഗാറയെ കാണിക്കും. ഗാറയാണെങ്കിൽ നറൂട്ടോ കുട്ടപ്പനെയും അവന്റെ തോളത്ത് തൂക്കിയെടുത്ത് അങ്ങനെ മുൻപോട്ട് പോവാണ്. ഗാറയ്ക്കാണെങ്കിൽ നറൂട്ടോയെ ഒരുപാട് ഇഷ്ടമാണ്. കാരണം ഗാറയുടെ ജീവൻ അത് തിരികെ പിടിച്ചതും അവൻ ഇന്ന് ഇങ്ങനെ ഒരു സ്ഥാനത്ത് നിൽക്കുന്നതിനും എല്ലാത്തിനും കാരണക്കാരൻ ഒരേ ഒരാളാണ്. അതാണ് സാക്ഷാൽ നറൂട്ടോ. ഗാറ പറയും, എന്തൊക്കെ സംഭവിച്ചാലും നിന്നെ ഞാൻ മരണത്തിന് വിട്ടുകൊടുക്കില്ല. ഉറപ്പായിട്ടും നിന്നെ ഞാൻ വീണ്ടെടുക്കും. കട്ട് ചെയ്താ ഇവിടെ മാതുര അവനാണെങ്കിൽ ടോബുരാമയെ അറഞ്ചം പൊറഞ്ചം ചവിട്ടിക്കൂട്ടി അവന്റെ ബോഡി പാർട്ട് അത് ഓരോ ഭാഗങ്ങളാക്കി അങ്ങനെ മാറ്റി മാറ്റിയിടും. മാതുരയാണെങ്കിൽ ഇപ്പൊ ടോബുരാമയെ കളിയാക്കും, നിന്നെ കൊണ്ട് ഒരിക്കലും ഇനി എന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഞാനിപ്പോ വീണ്ടും റീബർത്തിലൂടെ തിരികെ എത്തിയിരിക്കുകയാണ്. നീ ഇപ്പോഴും റീആനിമേഷനിൽ പെട്ടുകിടന്ന് കഷ്ടപ്പെടുകയാണ്. നിനക്കൊരിക്കലും പഴയ പവർ അത് 100% ലെവലില് ഉപയോഗിക്കാനായിട്ട് കഴിയില്ല. അങ്ങനെ കഴിയണമെങ്കിൽ നീയും എന്നെ പോലെ റീബർത്തായി തിരികെ എത്തണം. അപ്പൊ അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് ഇപ്പൊ സാസുകയെ കാണിക്കും. സാസുകയാണെങ്കിൽ ഒരുപാട് അടിയൊക്കെ കിട്ടി ഒരു സൈഡിൽ കിടക്കുന്ന ഹാസ്രാമയുടെ അടുത്തേക്ക് വരും. സാസുകയെ കാണുമ്പോൾ തന്നെ ഇപ്പൊ ഹാസ്രാമ പറയും, എനിക്ക് നിന്റെ ഒരു സഹായം ആവശ്യമാണ്. ഓൾറെഡി ആ മാതുര എന്റെ റെനീങ്ക പവർ അതെന്നിൽ നിന്ന് പിടിച്ചു പറിച്ചെടുത്തു. എന്നെ കൊണ്ട് ഇനി ഒന്നും ചെയ്യാൻ കഴിയില്ല. അതിന് സാസുക അവൻ ചോദിക്കും, നിങ്ങളുടെ പുറകില് ഒരുപാട് റാഡുകള് കുത്തിക്കയറിയിട്ടുണ്ട്, ഞാനത് നിങ്ങൾക്ക് ഊരിയെടുത്ത് തരട്ടെ? അതിന് ഹാസരാമ അവൻ തല താഴ്ത്തും. അതിന്റെ ആവശ്യമില്ല, എന്റെ ബോഡിയിൽ കുറച്ചുകൂടെ പവർ ബാക്കിയുണ്ട്. സാസുക, എന്റെ പവർ ഞാൻ നിനക്ക് തരാം. അതും കൂടെ ഉപയോഗിച്ച് എങ്ങനെയെങ്കിലും നിങ്ങൾ ആ മാതുരയെ തോൽപ്പിക്കണം. ഹാസരാമ വീണ്ടും പറയും, നിന്നെ കൊണ്ട് മാത്രമേ അതിന് സാധിക്കൂ. കാരണം മാതുരയുടെ മനസ്സ് അത് പണ്ട് വളരെ നല്ലതായിരുന്നു. നീ ഉച്ചിയ ക്ലാനിലുള്ള ആളായതുകൊണ്ട് തന്നെ നിന്റെ മുൻപില് അവന്റെ അഭ്യാസങ്ങൾ കാണിക്കാൻ യാതൊരു ചാൻസും ഇല്ല. അത് കേട്ട് സാസുക അവൻ ഒരു സെക്കൻഡ് ഫ്ലാഷ് ബാക്ക് ആലോചിക്കും. ഫ്ലാഷ് ബാക്കിൽ മാതുരയ്ക്ക് സാസുകയെ കൊല്ലാൻ കഴിഞ്ഞിട്ടും മാതുര അവനെ കൊല്ലില്ല. അതിനൊരേ ഒരു കാരണമായി മാതുര പറയാ, നീ എന്റെ ബ്രദറിനെ പോലെയാണ്, ഉച്ചിയ ക്ലാനിലെ ഒരേ ഒരു മെമ്പർ. കട്ട് ചെയ്ത ഹാസരാമ വീണ്ടും വീണ്ടും അവന്റെ പവർ എടുക്കാനായിട്ട് സാസുകയെ നിർബന്ധിക്കും. അതേസമയം ഇവിടെ മാതുര അവൻ ടോബുരാമയെ അറഞ്ചം പൊറഞ്ചം തല്ലി തല്ലി തകർക്കാണ്. ഒരുപാട് അടികിട്ടി ടോബുരാമ അവൻ വീണ്ടും ഇപ്പൊ താഴേക്ക് വീഴും. ടോബുരാമ ചോദിക്കും, ആക്ച്വലി ഈ ഇൻഫിനിറ്റി സുക്കിനോമി ഐഡിയ അത് നിന്റേതായിരുന്നോ? അതിന് മാതുര പറയും, അതെ, അതെന്റെ മാത്രമാണ്. അതിനുവേണ്ടി ഒരുപാട് പേരെ
ഞാൻ ഉപയോഗിച്ചു. നിനക്കൊരു കാര്യം അറിയോ? ആക്ച്വലി ഈ ഒരു വലിയ രാജ്യം അത് ഞാൻ ക്രിയേറ്റ് ചെയ്തത് പോലും ലോകത്തിന് സമാധാനം പുനഃസ്ഥാപിക്കണം എന്ന ലക്ഷ്യത്തോടു കൂടെ മാത്രമാണ്. അപ്പ അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് വീണ്ടും ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കും. ഫ്ലാഷ് ബാക്കിൽ ഹാസറാമ പറയും, ആരെ കൊണ്ടും എന്റെ വില്ലേജിനെ തകർക്കാൻ ഞാൻ അനുവദിക്കില്ല. ഇപ്പൊ നീയാണ് എന്റെ വില്ലേജിനെ തകർക്കാൻ ശ്രമിക്കുന്നത്. നിന്നെ ഒരിക്കലും അതിന് അനുവദിക്കില്ല എന്ന് പറഞ്ഞായിരിക്കും അന്ന് ഹാസറാമ മാധുരെ കൊന്നു തള്ളുക. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പൊ സാസുക അവൻ മാധുരെ അറ്റാക്ക് ചെയ്യാൻ മാധുരയുടെ പിന്നിലൂടെ അങ്ങനെ പാഞ്ഞെടുക്കും. പക്ഷെ അത് കറക്റ്റായി മനസ്സിലാക്കിയ മാധുര ഓൺ ദ സ്പോട്ട് ഇപ്പൊ സാസുകയെ അങ്ങനെ ഫ്രീസ് ചെയ്ത് നിർത്തും. സാസുകയ്ക്കാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഇത്രയൊക്കെ പ്ലാൻ ചെയ്ത് വന്നിട്ടും ഇവനെങ്ങനെ എന്നെ കണ്ടുപിടിച്ചു? മാധുര കൂളായിട്ട് അങ്ങനെ ടേൺ ചെയ്ത് സാസുകയുടെ അടുത്തേക്ക് വരും. മാധുര പറയും, എന്റെ ഡ്രീം തടയാൻ ശ്രമിക്കുന്നവൻ എന്റെ അച്ഛനായിരുന്നാലും മകനായിരുന്നാലും ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നാലും ഞാൻ കൊന്നുകളയും. അത് കേട്ട് ടോബുരാമ അവൻ ഷോക്കാവും. ടോബുരാമ വിളിച്ചു പറയും, മാധുര ദയവ് ചെയ്ത് നീ അവനെ ഒന്നും ചെയ്യരുത്. പക്ഷെ അപ്പോഴേക്കും മാധുര വലിയൊരു കത്തിയെടുത്ത് സാസുകയുടെ നെഞ്ചിൽ കുത്തി ഇറക്കി അങ്ങനെ ഉയർത്തിപ്പിടിക്കും. നിനക്ക് ഞാൻ ഒരുപാട് വാണിങ്ങുകൾ തന്നു, അതൊന്നും കേൾക്കാതെ വീണ്ടും നീ എന്നെ തകർക്കാൻ ഇവിടേക്ക് വന്നു. ചോര തുളുമ്പി ഒരുപാട് വേദനയില് സാസുക അങ്ങനെ നിൽക്കുകയാണ്. അതേസമയം ആസരാമയുടെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ജിപ്സു അതങ്ങനെ വരികയാണ്. കട്ട് ചെയ്ത മറ്റൊരു ഭാഗത്ത് ഗാറ ഇപ്പോഴും നറൂട്ടോയുമായി സേഫായി മുൻപോട്ട് പോവാണ്. ഇവിടെ ആ ഒരു ബ്രഹ്മാണ്ഡ വുഡ് സ്റ്റൈല് അവിടെ ഉണ്ടായിരുന്ന ഓരോ ഷിനോബികളെ ആയിട്ട് അങ്ങനെ തല്ലി തല്ലി കൊല്ലുകയാണ്. കില്ലർ ബി ആണെങ്കിൽ അവനെ കൊണ്ട് പറ്റും പോലെ ആ വുഡ് സ്റ്റൈല് തല്ലി തകർക്കും. മിസുകാഗയുടെ കയ്യിലാണെങ്കിൽ ഇപ്പൊ പവറില്ല. അവൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഒക്കാഗെ ആന്റിയും ഒരുപാട് ടെൻഷനായി അതിനെ നോക്കി നിൽക്കും. വൈറ്റ് സെറ്റ്സും ആണെങ്കിൽ നമ്മുടെ ആൾക്കാരുടെ നിസ്സഹായ അവസ്ഥ അത് കണ്ട് പൊട്ടിച്ചിരിക്കും. അതിനുശേഷം ആ വുഡ് ജിപ്സുകളുടെ വായിലൂടെ ഓരോ നേച്ചർ പവർ പുറത്തേക്ക് കൊണ്ടുവരും. ഫയർ, വാട്ടർ, ലൈറ്റ്നിങ് എന്നിങ്ങനെ എല്ലാ പവറും വന്ന് ഷിനോബികളെ മുഴുവനായിട്ടും അറ്റാക്ക് ചെയ്യാൻ അങ്ങനെ റെഡിയായിട്ട് നിൽക്കുകയാണ്. അത് കണ്ട് തേർഡ് ഹോക്കാകെ ആളുടെ 5 ക്ലൗൺസിനെ ക്രിയേറ്റ് ചെയ്യും. അതിനുശേഷം ആ 5 നേച്ചർ പവറുകളെയും ആളങ്ങനെ കൗണ്ടർ ചെയ്ത് അതിനെ റെസിസ്റ്റ് ചെയ്യാൻ തുടങ്ങും. ഷിക്കുമരു ആണെങ്കിൽ ഇപ്പൊ കാര്യമായിട്ട് ആലോചിക്കും. കാരണം അവനും അവന്റെ കൂടെയുള്ള ഷിനോബികൾക്കൊന്നും ഇപ്പൊ പവറില്ല. പക്ഷെ റീആനിമേറ്റഡ് ആയതുകൊണ്ട് തന്നെ തേർഡ് ഹോക്കാഗയുടെ പവർ അത് മാത്രം ഇതുവരെ നഷ്ടപ്പെട്ടിട്ടില്ല. സോ എന്തെങ്കിലും ഞാൻ ചെയ്യണം. എന്റെ ബ്രെയിനിന്റെ പവർ അത് ശരിക്കും എന്താണെന്ന് കാണിക്കാനുള്ള സമയം അതിതാണ്. കട്ട് ചെയ്ത മറ്റൊരു ഭാഗത്ത് സുഗട്സു, കരീന, ജൂഗോ അവര് 3 പേരും ആ ഒരു അറ്റാക്ക് പേടിച്ച് അങ്ങനെ ഒളിച്ചിരിക്കുകയാണ്. ഉടനെ സുഗട്സു അവൻ ഒറോച്ചിമാറുവിനോട് ചോദിക്കും, നമ്മൾ ഇനിയും ഇങ്ങനെ ഒളിച്ചിരിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. സോ എത്രയും പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലും ചെയ്യണം. അതിന് ഒറോച്ചിമാറു പറയും, നമ്മൾ എടുത്തു ചാടിയിട്ട് യാതൊരു കാര്യവുമില്ല. ക്ഷമയോടുകൂടെ എന്താ ചെയ്യേണ്ടതെന്ന് ആലോചിക്കണം. അപ്പോഴായിരിക്കും കരീന അവൾ നിലവിളിക്കുക. കാരണം കരീനയ്ക്ക് അവൾക്ക് ഓൾമോസ്റ്റ് സാസുവയ്ക്ക് എന്താണ് സംഭവിച്ചതെന്ന് പിടികിട്ടും. കട്ട് ചെയ്ത ഇവിടെ ഈനോയും ചോച്ചിയും അവർ രണ്ടുപേരും ഇപ്പൊ ഷോക്കാവും. അതിന് കാരണം മറ്റൊന്നുമല്ല, ബോധമറ്റ് കിടക്കുന്ന നറൂട്ടോയും തൂക്കി ഗാറ അവരുടെ അടുത്തേക്ക് വരും. അവർ ടെൻഷനായിട്ട് വിളിച്ചു ചോദിക്കും, ഗാറ നറൂട്ടോയ്ക്ക് എന്തു പറ്റി, എന്താ ഉണ്ടായേ? ഗാറ കുട്ടപ്പനെ തൂക്കിയെടുത്ത് ഇപ്പൊ അസിസ്റ്റന്റ് ചേച്ചിയുടെ അടുത്തേക്ക് വരും. അവള് പറയും, എന്റെ കയ്യിൽ ഇപ്പോ ഒട്ടും പവറില്ല, എനിക്ക് കുട്ടപ്പനെ ഹീൽ ചെയ്യാൻ കഴിയില്ല. പക്ഷെ സാക്കുറയ്ക്ക് അവളുടെ ബോഡിയിൽ ഇപ്പോഴും പവർ അവശേഷിക്കുന്നുണ്ട്. സോ എത്രയും പെട്ടെന്ന് നീ സാക്കുറയുടെ അടുത്തേക്ക് പോ. ഗാറ ടേൺ ചെയ്ത് അങ്ങനെ സാക്കുറയുടെ അടുത്തേക്ക് വരും. സാക്കുറ എത്രയും പെട്ടെന്ന് ആ സാൻഡിലേക്ക് കയറ്, നമ്മുടെ മുൻപില് ഒട്ടും സമയമില്ല, എങ്ങനെയെങ്കിലും നറൂട്ടോയെ ഹീൽ ചെയ്യണം. സാക്കുറയാണെങ്കിൽ അടുത്ത സെക്കൻഡ് ചാടി ആ സാൻഡിലേക്ക് കയറും. അതേസമയം ലോങ് ഷോട്ടില് ഹിനട്ടയാണെങ്കിൽ അവളുടെ വ്യാഹു കണ്ണുവെച്ച് നറൂട്ടോയെ സ്കാൻ ചെയ്യും. അവൾ ഒരു സെക്കൻഡ് അങ്ങനെ ഫ്രീസ് ആയി പോവും. കാരണം നറൂട്ടോയുടെ ഹാർട്ട് ബീറ്റ് അത് കുറഞ്ഞു വരികയാണ്. അവൾ ഉടനെ ഇപ്പൊ ഗാറയുടെ പിന്നാലെ ഉഷാറായിട്ട് ഓടും. പക്ഷെ കുറച്ചു നേരം മുൻപോട്ട് ഓടുമ്പോഴേക്കും അവളുടെ കാല് തട്ടി അങ്ങനെ താഴേക്ക് വീഴും. കട്ട് ചെയ്താ ഇവിടെ മാധുര അവനാണെങ്കിൽ സാസുകെ അറഞ്ചം പൊറഞ്ചം തല്ലി തല്ലി കൊല്ലുകയാണ്. സാസുക ഒരു സെക്കൻഡ് അവന്റെ ചേട്ടൻ ഹിറ്റാച്ചി ആലോചിക്കും. അവസാനമായിട്ട് ഹിറ്റാച്ചി അവന്റെ സ്നേഹം അത് സാസുകയോട് കാണിച്ചത്, അവര് ഹഗ് ചെയ്തത്, അങ്ങനെ എല്ലാ കാര്യങ്ങളും. ഉടനെ സാസുക അവൻ നിലവിളിച്ചു പറയും, ഞാൻ ഒരിക്കലും ഇവിടെ മരിക്കാൻ പോകുന്നില്ല, ഞാൻ ഉറപ്പായിട്ടും ഈ ലീഫ് വില്ലേജിന്റെ കാകയായി മാറുന്നു പറഞ്ഞ് അങ്ങനെ ബോധം നശിച്ച് അവൻ താഴേക്ക് വീഴും. അത് കണ്ട് മാധുര അവനവന്റെ സ്ക്വാഡ് അതങ്ങനെ തറയിൽ കുത്തിവെച്ച്
അവിടുന്ന് നടന്നു പോകും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പൊ സാക്കുറ അവളാണെങ്കില് അവളുടെ ഫുൾ സ്ട്രെങ്തില് നറൂട്ടോയെ ഹീൽ ചെയ്തുകൊണ്ടേയിരിക്കും. പക്ഷെ നറൂട്ടോയ്ക്കാണെങ്കില് യാതൊരു വ്യത്യാസം ഉണ്ടാവില്ല. സാക്കുറയുടെ പവറും ഇപ്പൊ ഓൾമോസ്റ്റ് തീർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഒരു ഭാഗത്ത് കരീന അവളിപ്പോ സാസുകയെ ഓർത്ത് നിലവിളിച്ച് കരയും. ഇവിടെ സാക്കുറ അവളിപ്പോ കുട്ടപ്പന്റെ അവസ്ഥ കണ്ട് പൊട്ടിക്കരയും. അങ്ങനെ അവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.